ഇന്ന് ഞാനും ശ്രീനാഥും കൂടിയും നമ്മുടെ കോഴിക്കോട് കുറച്ച് സ്പെഷ്യൽ ബിരിയാണി, അതായത് നമ്മളെ ആംബൂർ ബിരിയാണി, അതേമാതിരി തന്നെ ഹൈദരാബാദി ബിരിയാണി, പിന്നെ നമ്മളെ മുഗൾ മന്തി, ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ കോഴിക്കോട് ഒരിക്കലും നമ്മളെ ആംബൂർ ബിരിയാണിയും അതേമാതിരി നമ്മളെ മുഗൾ മന്തിയൊന്നും ഒരിക്കലും കിട്ടില്ല. എല്ലാ ആൾക്കാരും സാധാരണ നോർമൽ മന്തിൻ്റെ ബാക്കിൽ ഓടി നടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു മന്തി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കോഴിക്കോട് നമ്മുടെ 2ാം ഗേറ്റിന് അടുത്തായിട്ട് തന്നെ മുഗൾ ബിരിയാണി ദർബാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഹൈദരാബാദി ബിരിയാണി ആണെങ്കിലും ആംബൂർ ബിരിയാണി ആണെങ്കിലും മുഗൾ മന്തി ആണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കി വരാം. ഞാൻ മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. കോഴിക്കോട് നമ്മളെ 2ാം ഗേറ്റിൻ്റെ അടുത്ത് പാരമൗണ്ട് ടവറിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ മുഗൾ ബിരിയാണി ദർബാറുള്ളത്. നമ്മുടെ റെയിൽവേൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ് ഈ മുഗൾ ബിരിയാണി ദർബാറുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടി. അമ്പൂർ ചിക്കൻ്റെയും അമ്പൂർ ബീഫിൻ്റെയും പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോയി നോക്കാം. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏല എന്നിവ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്യും. ആഫ്റ്റർ നമ്മൾ വലിയ ഉള്ളി എടുത്തിട്ട് അത് നമ്മൾ അതിനെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കുറച്ച് ഫ്രൈ ചെയ്തിട്ട് സെക്കൻഡറി പിന്നെ നമ്മൾ ടൊമാറ്റോ, കാഡ്, പിന്നെ പച്ചമുളക്, ഇതിൻ്റെ സ്പെഷ്യൽ ആംബൂർ ചില്ലി പൗഡർ ഉണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മസാല എന്ത് ചെയ്യും പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 20 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇത് മസാല നമ്മുടെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്ത് പിന്നീട് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ചിക്കൻ അതിലേക്ക് യൂസ് ചെയ്യും. ആംബൂറിൻ്റെ ഏകദേശം റെസിപ്പീസ് ഈ ഒരു കോൺസെപ്റ്റിലാണ്. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൽ ബോയിൽ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവറിലാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അമ്പൂർ ചിക്കൻ്റെയും അതേമാതിരി അമ്പൂർ ബീഫിൻ്റെയും പ്രിപ്പറേഷൻ്റെ പരിപാടികളിലാണ്. ഇപ്പം അമ്പൂർ ബീഫും ചിക്കൻ്റെയും മസാല പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ ബീഫാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നേരം വേവിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മേളിൽ ഉപയോഗിക്കുന്നത്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രിപ്പറേഷനാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. ഈ അമ്പൂർ ബീഫിൻ്റെയും ചിക്കൻ്റെയും പ്രിപ്പറേഷൻ്റെ സെയിം ടൈം തന്നെ ഇവിടെ നടക്കുന്നത് ഹൈദരാബാദി ബിരിയാണിക്കുള്ള ഉള്ളി വറുക്കാനുള്ള പരിപാടിയാണ്. പാരലി ഇവിടെ മുഗൾ മന്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. മുഗൾ മന്തിയിലേക്ക് വേണ്ട ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഹൈദരാബാദി ബിരിയാണീൻ്റെ ആ ഉള്ളിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേസമയം ആ മന്തിക്ക് വേണ്ട റൈസ് മിക്സ് ചെയ്യാണ്. നമ്മളിതിൻ്റെ കിച്ചണിലുള്ളത് ഇതിൻ്റെ പാത്രം കണ്ടോ, പാത്രത്തിൻ്റെ ഈ ഷേപ്പിൽ തന്നെ നല്ലൊരു പ്രത്യേകതയാണ്. ഈ ഒരു പാത്രം നമുക്ക് വേറെ ഏതൊരു സ്ഥലത്തും കാണുന്നത്. ഇവിടെ നിന്നെങ്കിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കിച്ചണിൽ ഒരേ സമയത്ത് തന്നെ നമ്മളെ അമ്പൂർ ബിരിയാണി, അതേമാതിരി തന്നെ അമ്പൂർ ചിക്കനും അമ്പൂർ ബീഫും, അതേമാതിരി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ മുഗൾ മന്തി കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഹൈദരാബാദി ബിരിയാണി ഈ ഒരു സെയിം കിച്ചണിലാണ്, അതേ സെയിം റാക്കിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് അല്ലേ, ഇതിനാണ് നമുക്ക് ഹൈദരാബാദിക്ക് വേണ്ടി ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട്. അറ്റ് എ ടൈം 4 ഡിഷസിൻ്റെയും പ്രിപ്പറേഷനാണ് ഇവിടെ ഈ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അമ്പൂർ ബീഫിൻ്റെയും ചിക്കൻ്റെയും റൈസ് പ്രിപ്പയർ ചെയ്യാണ്. ആ സമയം കൊണ്ട് നമ്മളെ മുഗൾ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ചെക്ക് ചെയ്ത് അവർ ആ വേവൊക്കെയാണെന്ന് പരിശോധിക്കുന്നത്.
അതിൻ്റെ ഇടയ്ക്ക് ഹൈദരാബാദി ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റാക്കി തുടങ്ങി. ഈ സെറ്റാക്കിയ മസാലയിലേക്ക് നേരത്തെ നമ്മൾ മുളകൊക്കെ തേച്ച് വെച്ച ആ ചിക്കൻ, ഹൈദരാബാദി കുറച്ച് സ്പൈസിയാണ്, അതിലേക്കുള്ള ചിക്കൻ എടുത്ത് ഇട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. ഇത് ഹൈദരാബാദി ബിരിയാണീൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. ഈ റൈസ് ചെറുങ്ങനെ ഒരു 1 വേവ് കൂടുതലായി കഴിഞ്ഞാൽ തന്നെ ഈ ഹൈദരാബാദി ബിരിയാണീൻ്റെ ഇത് പോകുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നവർ. അത് കറക്റ്റായിട്ട് വെന്തതിന് ശേഷം അത് റൈസ് ഊറ്റിയതിന് ശേഷമാണ് ഈ ഹൈദരാബാദി ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ നമ്മൾ ചിക്കൻ്റെ മസാലയും മുകളിൽ ആ റൈസും പിന്നെ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ദമ്മിലേക്ക് പോവാണ് നമ്മളെ ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി ബിരിയാണി ദമ്മിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ദമ്മിൻ്റെ പ്രത്യേകതയാണിത്. സാധാരണ കനലൊക്കെ വെച്ച് ചെയ്യുന്ന സംഗതി ഇതിൽ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് ഗ്യാസിന് തീ കൊടുക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ഈ തീ എന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. ഇത് പുതിയ ടെക്നോളജി അല്ലേ? ഇതുവരെ നമ്മൾ ആരും ഇങ്ങനത്തെ ഒരു ദമ്മ് ബിരിയാണി കണ്ടില്ലല്ലോ. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പ്രത്യേകതയാണ് നമ്മുടെ മുഗൾ ദർബാർ. അപ്പോൾ ഇത്രയും വിഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങുന്നതിൻ്റെ ഗ്യാപ്പ് കൂടെ ഇവർ നമ്മളെ സാലഡ്, ചട്നി അങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ പരിപാടിയിലാണ്. സാലഡ് മിക്സിംഗ് ആണ്. ഇവർ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷസ് ആയി കൊടുക്കുന്നത് നമ്മുടെ സാലഡും ചട്നിയും അതേമാതിരി ഒരു അച്ചാറുമാണ്. അങ്ങനെ നമ്മുടെ സാലഡും പിന്നെ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വിഭവങ്ങളൊക്കെ ദമ്മ് പൊട്ടിക്കേ വേണ്ടു. നമ്മളെല്ലാ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫും അതേമാതിരി അമ്പൂർ ചിക്കനും നമ്മുടെ മന്തിയും ഹൈദരാബാദി എല്ലാം തന്നെ നമ്മൾ ഇതുവരെ റെഡി ആയിട്ടാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ടേബിളിലേക്ക് എത്തും. നമ്മൾ നോർമലി എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി കല്ല് മറ്റേ മൈദ കൊണ്ട് സെറ്റപ്പാക്കി കല്ല് വെച്ചിട്ട് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അടിയിൽ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ്, ഒരു എന്താ പറയുക, തട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വയ്ക്കുന്ന ഈ പാത്രത്തിൽ ഈ ശീല വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ തുണി വെച്ചിട്ടാണ് ഇവർ ദമ്മ് ടൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ കൂടെയാണ്, ഈ ചെറിയൊരു ഗ്യാപ്പ് കൂടെയാണ് ആവി വരുന്നത്. ആവി വന്നു കഴിഞ്ഞിട്ട് ആ ആവി അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. നമ്മൾ ഈ ബിരിയാണി എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളും. ഞാനൊരു ട്രാവലറാണ്. ഞാൻ എൻ്റെ മറ്റ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കുകയുണ്ടായി. ബിരിയാണികൾ വെറൈറ്റി, അതിൽ ആമ്പൂർ ബിരിയാണി, അതുപോലെ തന്നെ മുഗൾ മന്തി, അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി. ഈ ടേസ്റ്റ് നമ്മളുടെ നാട്ടിലും അതുപോലത്തെ ഒരു ടേസ്റ്റിൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ ആ ഒരു ഫുഡും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തുടങ്ങുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മഞ്ചേരിയിൽ ആദ്യമായിട്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി. അവിടെ ട്രയൽ ചെയ്തു. ആവറേജ് ആളുകൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നല്ല ബെറ്റർ മാർക്കറ്റായ കാലിക്കറ്റിലേക്ക് വന്ന് നമ്മൾ റൂമൊക്കെ സംഘടിപ്പിച്ചു. ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഇത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ഷോപ്പിൻ്റെ മുഗൾ ബിരിയാണി ദർബാർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ബിരിയാണി ടേസ്റ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു കേരള ബേസ്ഡ് ടേസ്റ്റുകളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ, പൊട്ടാഫോ എന്നീ ഓൺലൈനിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഡോക്ടേഴ്സ്, എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവരുടെ ടേസ്റ്റിലൊരു ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലത്തെ നമ്മളെ മുഗൾ ബിരിയാണി ദർബാറിലൂടെ പരിഹരിക്കുകയും അതുപോലെ കേരളത്തിലെ സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന ഒരു ഫുഡ് കൂടിയാണ്. അങ്ങനെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഡൈനിങ് ഏരിയയിലും ഒരു മുഗൾ തീം കൊണ്ടുവരാൻ വേണ്ടി ഇവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കിയ ബിരിയാണികൾ മുഴുവൻ നമ്മളെ ബാക്കിലുണ്ട്, നമ്മളെ സെർവിങ് ബൗളിൽ. ഇത് സെർവിങ് ബൗളൊന്നുമല്ല, ഇത്ര നേരം നമ്മൾ ഉണ്ടാക്കിയ അതേ പാത്രം തന്നെയാണ് അവരോട് സെർവ് ചെയ്യുന്നത് അല്ലേ. അത് കാണുമ്പം തന്നെ ഒരു സ്റ്റൈലിൽ ആ ഒരു കുടുക്കമാരത്തെ പാത്രവും അതിലുള്ള ബിരിയാണിയും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോകുന്ന ഹൈദരാബാദിയും അതേമാതിരി മുഗൾ മന്തിയും ഏകദേശം അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് അമ്പൂർ ബീഫ് ആദ്യം കഴിച്ചുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഹൈദരാബാദി ബിരിയാണിയും മുഗൾ മന്തിയും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ട് ആ മുഗൾ മന്തിയും ആ ഹൈദരാബാദി ബിരിയാണിയാണ് ഞാൻ ശ്രീനാഥ് ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചത്. ശ്രീനാഥ് മന്തി എടുത്തു, ഞാൻ നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചു. കാരണം ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് കുറച്ച് മുന്നേ ഇതിൻ്റെ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ആമ്പൂർ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നോക്കിയാലോ കേട്ടോ. നോക്കിയാലോ. അപ്പം ഇതാണ് ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എടുത്തുള്ളത്. നമ്മൾ പൊതുവെ ഹൈദരാബാദിലെ ബിരിയാണി കുറച്ച് സ്പൈസിയാണ്, പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ ഹൈദരാബാദി ബിരിയാണി എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ റൈസ് മാത്രം ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഈ റൈസ് ഒന്ന് കുഴച്ചിട്ട് കിടിലൻ ടേസ്റ്റാണ് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി. നമുക്ക് ആ ചിക്കൻ്റെ പീസൊന്ന് വെച്ചിട്ട് അല്ലേ, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഹൈദരാബാദി ബിരിയാണി. ഇവിടെ അമ്പൂർ സർബത്ത് കിടലാണ്. ബിരിയാണി എന്താ സൂപ്പറാണ്. മറ്റേ മന്തിൻ്റെ കാര്യം എങ്ങനെയുണ്ടെന്നുള്ളത് മുസ്ലിം വിളിച്ചു നോക്കാം. മന്തി നമ്മൾ കഴിക്കുന്ന നോർമൽ മന്തി പോലെയല്ല, എന്താ പറയുക, കുറച്ച് സ്പൈസിയാണ്. പിന്നെന്താ കഴിച്ചവർക്കറിയാം, ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ തികച്ചും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്പൈസി ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് ഓയിലി അത്രയും ഓയിലി അല്ല. പിന്നെ ചിക്കൻ്റെ പറയുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന മന്തി ഒരു വലിയ പീസും എന്താ പറയുക അങ്ങനെ സ്കിന്നൊക്കെ ആയിട്ടാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസും റൈസുമാണ്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. നമ്മുടെ സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. ഇതാണ് അമ്പൂർ സോഡ സർബത്ത് കേട്ടോ. അമ്പൂർ ബിരിയാണിൻ്റെ കൂടെ ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ് അമ്പൂർ സോഡ സർബത്ത്. അപ്പോൾ നമുക്ക് ഈ അമ്പൂർ സോഡ സർബത്ത് ഒന്ന് നോക്കി വെക്കാം. കുറേ മിൻറ്റും അതേമാതിരി കുറച്ച് ലെമണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് നോക്കാം നമുക്ക്. ഇതാണ് അമ്പൂർ സോഡ സർബത്ത്. ശരിക്കും നിങ്ങൾ ശരിക്കും ഇവിടെ വന്നത് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഭയങ്കരമായിട്ട് മിസ്സായി ആ ഒരു ടേസ്റ്റ്. നമുക്ക് ചെറിയൊരു ടൈം ലാപ്സ് കാണാം. എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബിരിയാണി മാതിരല്ല കേട്ടോ. നോർമൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദി ബിരിയാണി ആണെങ്കിലും നമ്മുടെ മുഗൾ മന്തി ആണെങ്കിലും നല്ല വെടിക്കെട്ട് സാധനമാണ്. പക്ഷേ ആ നാച്ചുറലായിട്ടുള്ള നമ്മൾ സ്വതവേ നോർമലായിട്ടുള്ള ബിരിയാണി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ആ മന്തിയാണെന്നുണ്ടെങ്കിലും, മന്തി എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഈ കുഴിയിലൊക്കെ കുഴിച്ചിട്ട് കുഴിമന്തി മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് മുഗൾ മന്തിയാണ്, നമ്മൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള മന്തി.
അപ്പോൾ അതിൻ്റെ അതേതായ തനത് ടേസ്റ്റിലും കാര്യങ്ങളിലുമാണ് അവരിവിടെ റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പം ഒരു നോർമൽ മന്തിയിൽ നിന്നും നല്ല ഡിഫറൻസ് ഉള്ള ഒരു സാധനമാണ് നമ്മളെ മുഗൾ മന്തി. ഒരിക്കലും ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത് മുഗൾ മന്തിയൊന്നും. ഈ മുഗൾ മന്തിയും അതേമാതിരി അമ്പൂർ ബിരിയാണിയും കോഴിക്കോട് വേറെ ഒരു ഹോട്ടലിലും കിട്ടില്ല. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാം, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ കൂടെ ഈ അമ്പൂർ സർബത്ത് കുടിക്കാൻ മറക്കരുത്, അത് ഒരു കിഡിലൻ സാധനമാണ്. ഓക്കെ, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ ഡെലിവറി ആയിട്ടുള്ള യൂബർ ഈറ്റ്സ്, സ്വിഗ്ഗീൻ്റെ ഒക്കെ നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ മുഗൾ ബിരിയാണി ദർബാർ. अच्छा है, बहुत अच्छा है, बहुत अच्छा है। डेली हाँ उधर का सेम है, डेली അപ്പോൾ നമ്മൾ മുഗൾ ബിരിയാണി ദർബാറിലെ ബിരിയാണീൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കിടിലം ബിരിയാണി കേട്ടോ, ഒരു എന്താ കുറ്റം പറയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വെറൈറ്റി. നിങ്ങൾ നോർമലി കാണുന്ന രീതിയിലുള്ള മന്തിയൊന്നുമല്ല, നല്ലൊരു സ്പെഷ്യൽ ടൈപ്പ് മന്തിയാണ്. അതായത് നമ്മുടെ ഡൽഹിയിലൊക്കെ മുഗൾ, അതാണ് ഒരു മുഗൾ മന്തി എന്ന് പറയുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഫുഡാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ആ ഒരു പെപ്പറും ഒക്കെ ഇട്ടുള്ള ടേസ്റ്റ്, അതിൻ്റെ കൂടെ ആ ഒരു സർബത്തും പൊളിച്ച സാധനമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് നമ്മുടെ മുഗൾ ബിരിയാണി ദർബാർ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടകൾ അധികം കുറവാണ്. പ്രത്യേകിച്ച് അമ്പൂർ ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസിലൊന്നും ഇവിടെ കോഴിക്കോട് എവിടെയും കിട്ടില്ല. അപ്പോൾ അമ്പൂർ ബിരിയാണിയൊക്കെ ശരിക്കും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ പഴയ വീട്ടിലൊക്കെ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ നമ്മൾ കണ്ടില്ലേ, അതേമാതിരി ഒരു വെറൈറ്റി സാധനമാണ് നമ്മുടെ ഈ അമ്പൂർ ബിരിയാണി. അമ്പൂർ പക്ഷേ തമിഴ്നാട് ബിരിയാണി സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മുടെ അമ്പൂർ ബിരിയാണി. അപ്പോൾ ഈ അമ്പൂർ ബിരിയാണിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുകയും ചെയ്യാം. കാരണം നിങ്ങൾ ഈ രേഖപ്പെടുത്തുന്ന കമൻറ്റുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പം മറ്റൊരു നല്ല വീഡിയോയിൽ കടന്നു വരുന്നവരെ ഞാൻ മനോജ് കുമാർ, എൻ്റെ കൂടെ ശ്രീനാഥ്, സൈനിങ് ഓഫ്.